ടൂർണമെന്റിന് മുമ്പ് ഫോം വീണ്ടെടുക്കാനുള്ള ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ശ്രമം നാഗ്പൂരിൽ വിജയിച്ചില്ല എന്ന നിരാശാജനകമായ കാഴ്ചയാണ് ആരാധകർ കാണുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ഏകദിനത്തിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ 2 റൺസിന് പുറത്താവുകയായിരുന്നു. 7 പന്തുകൾ മാത്രം കളിച്ച രോഹിത് ശർമ്മ സാക്കിബ് മഹ്മൂദിന്റെ പന്തിൽ ഫ്ലിക്ക് ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത്. അല്പം ഇൻസ്വിംഗറായി പാടുകളിലേക്ക് സ്ലൈഡ് ചെയ്തു വന്ന പന്ത് ഫ്ലിക്ക് ചെയ്തപ്പോൾ എഡ്ജ് ചെയ്ത് വായുവിലേക്ക് ഉയർന്നു. മിഡ് ഓണിൽ ലിയാം ലിവിങ്സ്റ്റൺ അനായാസം ക്യാച്ചെടുത്തു. രോഹിത്തിന്റെ പുറത്താവൽ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തെയും ഇന്ത്യൻ ആരാധകരെയും സ്തബ്ധരാക്കിയിരുന്നു. രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി യശസ്വി ജയ്സ്വാൾ 22 പന്തിൽ 15 റൺസുമായി ആദ്യം പുറത്തായിരുന്നു. അവസാന 15 ഇന്നിംഗ്സുകളിൽ നിന്ന് 164 റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത് എന്നത് അടുത്ത 2 ഏകദിനങ്ങളിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കും. രോഹിത് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഇന്നത്തെ പുറത്താവൽ. ബുധനാഴ്ച നാഗ്പൂരിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിന്റെ തലേന്ന് നടന്ന പത്രസമ്മേളനത്തിൽ തന്റെ നിലവിലെ ഫോമിനെ കുറിച്ചും ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള ഭാവിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ രോഹിത്തിന്റെ അതൃപ്തി പ്രകടമായിരുന്നു. എന്തൊരു ചോദ്യമാണിത് എന്നാണ് ആ ചോദ്യത്തോട് രോഹിത് പ്രതികരിച്ചത്. ഇത് വ്യത്യസ്തമായ ഒരു ഫോർമാറ്റ് ആണെന്നും സമയവും വ്യത്യസ്തമാണെന്നും ക്രിക്കറ്റ് കളിക്കാരെന്ന നിലയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെന്ന് തങ്ങൾക്കറിയാമെന്നും രോഹിത് പറഞ്ഞിരുന്നു. തന്റെ കരിയറിൽ താൻ ഒരുപാട് ഇത് നേരിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ തനിക്കിത് പുതിയതല്ലെന്നും എല്ലാ ദിവസവും ഒരു പുതിയ ദിവസമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ പരമ്പരയും ഒരു പുതിയ പരമ്പരയാണ് എന്നും രോഹിത് പ്രതികരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാതെ വരാനിരിക്കുന്ന മത്സരങ്ങളിലാണ് ശ്രദ്ധയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും ഓസ്ട്രേലിയയിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും രോഹിത് പൂർണ്ണമായി പരാജയപ്പെട്ടിരുന്നു. റൺസ് കണ്ടെത്താനാവാത്തതിനാൽ സിഡ്നിയിൽ അവസാന ടെസ്റ്റിൽ നിന്ന് ക്യാപ്റ്റൻ മാറി നിൽക്കുന്ന അപൂർവ സാഹചര്യവുമുണ്ടായി. ഇന്ത്യക്ക് 249 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ട് കുറിച്ചത്. 47.4 ഓവറിൽ സന്ദർശകരെ ഇന്ത്യ ഓൾ ഔട്ടാക്കി. അരങ്ങേറ്റ താരം ഹർഷിത് റാണയും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഷമി, അക്സർ, കുൽദീപ് എന്നിവർ ഓരോ വിക്കറ്റ് പങ്കിട്ടപ്പോൾ അപകടകാരിയായ ഓപ്പണർ ഫിൽ സാൾട്ട് 26 പന്തിൽ 43 റൺസിന് റണ്ണൌട്ടായി. ജോസ് ബട്ട്ലർ, ജേക്കബ് ബദൽ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള ഇരു ടീമുകളുടെയും അവസാന തയ്യാറെടുപ്പാണിത്. T20 പരമ്പരയിൽ ഇന്ത്യ 4-1 വിജയിച്ചിരുന്നു. ആഗസ്റ്റിന് ശേഷം ഇന്ത്യ ആദ്യമായി കളിക്കുന്ന ഏകദിന പരമ്പരയാണിത്. 2023 3 ഏകദിനങ്ങൾ മാത്രമാണ് ഇന്ത്യ കളിച്ചത്. 2023 ഏകദിന ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷം 6 ഏകദിനങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് എന്നതുകൊണ്ട് തന്നെ ഫോർമാറ്റിൽ താളത്തിലേക്ക് തിരിച്ചു വരാനാണ് ഇന്ത്യയുടെ ശ്രമം. അവസാന പരമ്പരയിൽ ശ്രീലങ്കയോട് 2-1 തോൽക്കുകയായിരുന്നു. ലങ്കയോട് 27 വർഷത്തിനിടെ ആദ്യ പരമ്പരാ തോൽവിയാണിത്. ഇന്ത്യയും ഇംഗ്ലണ്ടും ആദ്യമായാണ് നാഗ്പൂരിൽ ഏറ്റുമുട്ടിയതും. ഇന്ത്യയും ഇംഗ്ലണ്ടും 107 ഏകദിനങ്ങൾ കളിച്ചിട്ടുണ്ട്. 58 വിജയങ്ങളുമായി ഇന്ത്യയാണ് മുന്നിൽ. 44 തവണ ഇംഗ്ലണ്ട് വിജയിച്ചു. ഇന്ത്യയിൽ 52 ഏകദിനങ്ങൾ കളിച്ചപ്പോൾ ആതിഥേയർ 34 തവണ വിജയിച്ചിട്ടുണ്ട്. ഏകദിനങ്ങളിൽ റൺസ് ഒഴുകിയ ചരിത്രമാണ് നാഗ്പൂരിനുമുള്ളത്. 9 ഏകദിനങ്ങളിൽ ശരാശരി ഒന്നാം ഇന്നിംഗ്സ് സ്കോർ 288 റൺസാണ്. 2009 ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 354 റൺസാണ് ഈ വേദിയിലെ ഉയർന്ന സ്കോർ.